നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1642 ദിവസത്തെ തുടർച്ചയായ മലയാള വെബിനാറിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ഒരു പ്രത്യേക പരിപാടിയാണ്. ദേശീയ ശാസ്ത്ര ദിനം പ്രമാണിച്ചുള്ള പരിപാടി. CV രാമൻ എഫക്റ്റിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് 1987 ഇങ്ങനെ ദേശീയ ശാസ്ത്ര ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പം ഈ പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കുന്നു. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി 1642 ദിവസമായി ഇടതടവില്ലാതെ നടത്തിവരുന്ന സൂം വെബിനാറിൽ ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സയന്റിസ്റ്റും ഹെഡ് ലാബറട്ടറി മെഡിസിൻ ആൻഡ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ്, മോളിക്കുലർ ഫോറൻസിക് ആൻഡ് DNA ടെക്നോളജി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, മെഡിക്കൽ ലാബറട്ടറി സർവീസ് എന്നീ നിലകളിൽ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ നായർ അവരുടെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയിൽ ശാസ്ത്രം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷകനും പുസ്തക രചന, വിവർത്തനം, പത്രപ്രവർത്തനം എന്നീ രംഗങ്ങളിൽ 4 നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന, ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദവും പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ഡിപ്ലോമയും നേടിയിട്ടുള്ളതും അനേകം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ PV ആൽബി സാറിനെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IFPS നടത്തുന്ന എല്ലാ പ്രത്യേക പരിപാടിയും നടത്തുന്നതിന് മുൻകൈ എടുക്കുന്ന ഈ പരിപാടിയുടെ മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായി കൃതജ്ഞത അർപ്പിക്കുന്നതിന് സന്നിഹിതനായിരിക്കുന്ന കേരള വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സർജനും IFPH സജീവമായ പങ്കാളിയുമായ ഡോക്ടർ മുസ്തഫ സാറിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ദേശീയ ശാസ്ത്രദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ IFPH ഭാരവാഹികളെയും, ഹോമിയോപ്പതി സ്നേഹികളെയും, ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ഡോക്ടർ മറിയാമ്മ ജോൺ. ഡോക്ടർ മുൻ DMO കൂടിയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ കർത്തവ്യം നിർവഹിച്ചു. നമുക്കറിയാം, രാജ്യത്ത് തന്നെ അഭിമാനമായ, കേരളത്തിന്റെ പ്രത്യേക അഭിമാനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രമുഖനായ വ്യക്തിത്വം കൂടിയായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ സാറിനെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. സാർ. ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ, ഓഡിബിൾ ആണ് സാർ. താങ്ക് യു. ഇത് തൊട്ടു മുമ്പത്തെ മീറ്റിംഗ് ഞാൻ കുറച്ച് കേട്ടു, എൻഡിങ് പാർട്ടെങ്കിലും. 1600 മുകളിലായിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നതെന്ന് പറയുന്നത് തന്നെ ക്വയറ്റ് കമൻഡബിൾ ആണ്. എൻ്റെ അറിവിൽ വേറെ ആരും ഇത്രയും വലിയൊരു സീരീസ് ചെയ്ത് കേട്ടറിവ് എനിക്കില്ല ഇത്രയും നാളുടെ ഇടയിൽ. തെന്നിയും തെറിച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിൽ ഇത്രയും നീളത്തിനുള്ള ഒരു സീരീസ് തന്നെയായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഹോമിയോപ്പതിക് മെഡിസിനിൽ തന്നെ ഒരു ടേൺ അറൗണ്ട്, ഒരു ടേൺ കീ പ്രോജക്റ്റ് പോലെ തന്നെ ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് വച്ചിട്ട് ഇത് പറഞ്ഞു തുടങ്ങാം. ഞാൻ വളരെ ബ്രീഫായിട്ട് എന്തോന്നാണ് ശാസ്ത്രമെന്നും എന്തോന്നാണ് ഹോമിയോപ്പതി എന്നും കറണ്ട് ചലഞ്ചസ് ഹോമിയോപ്പതിക് മെഡിസിൻ ഫേസ് ചെയ്യണോ എന്നുള്ളത് മുഴുവൻ ചലഞ്ചസും പറയാൻ ഞാൻ ആളല്ല. എന്നാലും എൻ്റെ വളരെ ലിമിറ്റഡ് നോളജിനകത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്ന്. 2, ഇത് മലയാളത്തിലാണെന്ന് പെട്ടെന്ന് എനിക്ക് അവസാനമാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഡസൻ മാറ്റർ. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ, കാരണം എല്ലാത്തിൻ്റെയും മലയാളമൊന്നും എനിക്ക് വലുതായിട്ട് പരിചയമില്ല.
ഇല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇംഗ്ലീഷിൽ വാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുൾ സെന്റൻസ് ഫോം ചെയ്ത് പറയാതിരിക്കാൻ ഞാൻ കഴിയുന്നത് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഹോമിയോപ്പതി പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ അറിവിൽ ഏകദേശം 200 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു മെഡിക്കൽ ഫ്രട്ടേണിറ്റി തന്നെയാണ് ഹോമിയോപ്പതിക് മെഡിസിൻ. അത് 200 വർഷം കൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ഓൾഡർ ദാൻ വാട്ട് വി കറൻ്റ്ലി ക്ലാസിഫൈ ആസ് മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ ഈസ് സ്റ്റിൽ ഇവോൾവിങ്. ഹോമിയോപ്പതി ഒരു 200 വർഷമായിട്ട് വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. അതിനകത്ത് നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻ ഹാസ് കോൺട്രിബ്യൂട്ടഡ് മോർ ഇൻ ടു ഹോളിസ്റ്റിക് പേഷ്യൻ്റ് കെയർ. അതായത് ഇപ്പം അതിൻ്റെ ദ ബേസ് ബിഹൈൻഡ് ഹോമിയോപ്പതി ഈസ് ലൈക്ക് യുവേഴ്സ് ലൈക്ക്. ആ ബേസ് വെച്ചിട്ട് എക്സ്ട്രീം ഡൈല്യൂഷൻ ഓഫ് നാച്ചുറൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ച്, നാച്ചുറൽ സബ്സ്റ്റൻസ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം, നോട്ട് മോസ്റ്റ്ലി നോട്ട് സിന്തസൈസ്ഡ് കെമിക്കൽസ് or സിമിലർസ്, കെമിക്കൽ സിമിലർസ്, അതല്ല ഉപയോഗിക്കുന്നത്. നാച്ചുറൽ സബ്സ്റ്റൻസസിനെ ഈ ഹെൽത്ത് കെയർ സ്ട്രാറ്റജി വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കണമുണ്ട്. അതിൽ നോട്ടബിളായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുള്ളത് ഓൺ ക്രോണിക് ഇൽനെസ്സസിനാണ് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ. എനിബഡി ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ആർത്രൈറ്റിസ്, മൈഗ്രെയിൻസ്, അലർജീസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇതിനകത്തൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് ഹോമിയോപ്പതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അപ്പോൾ അതിലെടുത്ത് പറയേണ്ട കാര്യം സൈഡ് എഫക്ട്സ് തീരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം ഓൺ ഓൾ ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് ഇത്തിരി ജെന്റിലറായിട്ടോ മോർ നാച്ചുറൽ സൊല്യൂഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ നാച്ചുറലി ദേ വിൽ ടേൺ ടുവേർഡ്സ് ഹോമിയോപ്പതി, എസ്പെഷ്യലി ഓൺ ലോങ് സ്റ്റാൻഡിങ് ഡിസീസസ്. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട്. അത് നമ്മൾ വളരെ ഡെഫിനറ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ഇമ്മ്യൂൺ ഡിഫെൻസസിന് ഇത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് സ്റ്റഡീസും ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായും റിസർച്ച് എന്ന് വിളിക്കില്ല, ബട്ട് ദർ ആർ സ്റ്റഡീസ്. അതിനേക്കാളും കൂടുതലായിട്ടുള്ളത് ഈസ് പേഷ്യൻ്റ് റെസ്പോൺസസ്. നോട്ടബിൾ ആയിട്ടുള്ളത് ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസിന്, എസ്പെഷ്യലി റിലേറ്റഡ് ടു റെസ്പിറേറ്ററി വൈറസസ്, നമ്മളെ ഫ്ലൂ, റെസ്പിറേറ്ററി കണ്ടീഷൻസിനാണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ ആർസേനിയം ആൽബം 30 എന്ന് പറഞ്ഞ ആ ഡ്രഗ് ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്നപ്പോഴും കണ്ടു, അല്ലാതെ ഒരുപാടെടുത്ത് വായിച്ചു. വൈറൽ ഔട്ട് ബ്രേക്സിൻ്റെ ഇടയിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വളരെ നല്ല റെസ്പോൺസാണ് ഉണ്ടായത്. എൻ്റെ കമ്മ്യൂണിറ്റി വാസ് സേവ്ഡ് അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ് ഓർ പേപ്പർ കട്ടിങ്സ്, പേപ്പർ റിപ്പോർട്ട്സ്, പബ്ലിക്കേഷൻസ് അങ്ങനെ വരുന്നതിനകത്ത് അത് വെരി വെൽ റിസീവ്ഡ് ബൈ കമ്മ്യൂണിറ്റീസ് ആണ്. ബട്ട് അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് റിസർച്ച് വേണമായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം യു നീഡ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് തിങ്. ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് പേഷ്യൻ്റ് ടെസ്റ്റിമണീസ്, വിത്ത് ക്ലിനിക്കൽ ഫൈൻഡിങ്സ്, ഇതെല്ലാം കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ലിറ്റിൽ ബിറ്റ് മോർ ഓഫ് റിസർച്ച് ഔട്ട്കം കൂടെ ഇതിനകത്ത് വേണം എന്ന് എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ്. The other field where there is more penetration of homeopathy is in pain and mental health management. കാരണം ഇപ്പോൾ നമുക്കതിനെ അറിയാം, ഒരു opioid ക്രൈസിസ് നമുക്കുണ്ട്. ബിക്കോസ് opioids are habit forming or addictive in nature. ആ അഡിക്ഷൻ ഇല്ലാത്ത ഒരുപാട് സബ്സ്റ്റൻസസ് ഹോമിയോപ്പതിയിലുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ വെരി എഫക്റ്റീവ്ലി യൂസ്ഡ്. ഈ ഫൈബ്രോമയാൽജിയ, ബാക്ക് പെയിൻ, ന്യൂറോളജിക്കൽ പെയിൻ, ഇതിനെല്ലാം ഹോമിയോപ്പതി ഹാസ് ഗോട്ട് fantastic remedy, and it is non-addictive. അപ്പം anybody who wants to switch over from conventional painkillers to homeopathic medicine, ഇതൊരു നല്ല എഫർട്ട് കൂടെയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ജീവിത സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ, ഇതെല്ലാം യങ്ങർ പോപ്പുലേഷനിൽ മാത്രമല്ല, ഓൾഡർ പോപ്പുലേഷന് ക്യാൻ ബി വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്. ഇതൊക്കെ വരുന്ന സാധനത്തിന് ഒരു ഹോമിയോപ്പതിക്കകത്ത് തന്നെ ഡ്രഗ് ഉണ്ട്. ഇഗ്നേഷ്യ അമാര എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഹാസ് ബീൻ വൈഡ്ലി യൂസ് ഫോർ ഇമോഷണൽ ഡിസ്ട്രെസ്.
ബാക്കി ഹാസ് ടു ബി എക്സ്പ്ലോർഡ്. അപ്പം അതിനും കുറേ റിസർച്ച് പബ്ലിക്കേഷൻ ഞാൻ ഇതിനകത്ത് വായിച്ചിട്ടുണ്ട് ഓൺ ദിസ് പർട്ടിക്കുലർ ഡ്രഗ്, ആൻഡ് പേഷ്യൻ്റ് ടെസ്റ്റിമോണിയൽസും ഉണ്ട് ഇതിനകത്ത്. മോഡറേറ്റ് ടു സിവിയർ മൈൽഡ് ടു മോഡറേറ്റ് മെൻ്റൽ കണ്ടീഷൻസിന് ഇത് നല്ലോണം സഹായിക്കണുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. The biggest boon in this system is now there is global acceptance. ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൺ ഹോമിയോപ്പതിക് മെഡിസിൻ. ഇന്ത്യ ആണ് ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഹോമിയോപ്പതിയിൽ റിലേ ചെയ്യുന്നത്. ആൻഡ് പാർട്ട്ലി മേ ബി ബിക്കോസ് ഓഫ് ആയുഷ്, ഇതെല്ലാം ഉണ്ട്. ആയുഷ് മിനിസ്ട്രി തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. WHO also has acknowledged the growing role of homeopathy. അതും WHO പബ്ലിക്കേഷൻസിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിനകത്ത് വേണ്ടെന്നുള്ളത് ദ ചലഞ്ചസ്, ഇതിന് ഫർദർ റിസർച്ച് നമുക്ക് വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി, even though they accept this homeopathy as an alternate or a holistic approach towards or a combination therapy ആയിട്ടുണ്ടെങ്കിലും ഈ എക്സ്റ്റെൻസീവ് ഡൈലൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ക്ലിനിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ദാറ്റ് ഹസ് ബ്രോട്ട് ഇൻ സ്കെപ്റ്റിസിസം. ബട്ട് അതിനെ നമുക്ക് സർക്കംവെന്റ് ചെയ്യുന്നത് ഈസ് ത്രൂ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്ലിനിക്കൽ ഒബ്സർവേഷൻസ്. ഇത് രണ്ടും നമുക്ക് ഓൾറെഡി ഉണ്ട്. ഹോമിയോപ്പതി തന്നെ ഇതിനു മുമ്പ് ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവിടെ ലോട്ട് ഓഫ് പേഷ്യൻ്റ് ഫീഡ്ബാക്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിമോണിയൽസും ഉണ്ട്. ഓൾ ദീസ് തിങ്സ് ഷോ ദാറ്റ് ദിസ് വർക്ക്സ്, ബട്ട് ദിസ് ഹാസ് ടു ബി പ്രൂവ്ഡ് ടു സ്ട്രെങ്തൻ ഇറ്റ്സ് ക്രെഡിബിലിറ്റി. അത് മാത്രമേ ഉള്ളൂ. ക്രെഡിബിലിറ്റി ഇല്ലാതെ ഇറ്റ് ഹാസ് ടു ബി സ്ട്രെങ്തൻ. ക്രെഡിബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ക്ലിനിക്കൽ റിസർച്ച് ഓർ എവിഡൻസ് ബേസ്ഡ് റിസർച്ച്. അപ്പം ഇതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, even though we have homeopathy for disease management, especially immune support, pain relief, mental health care, and some of the respiratory virus, you need to add in a little bit more of research component into it so that we can strengthen the acceptance of homeopathy. അപ്പം എന്നെ ഇതിലേക്ക് രാത്രിയാണ്, ഒരുപാട് സമയം സംസാരിച്ച് ഞാൻ കളയുന്നില്ല. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഡോക്ടർ മനോജിന് നന്ദി. ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും റിസർച്ച് വൈസ് ആയിട്ട് എന്ത് സഹായം വേണമെങ്കിലും യു ക്യാൻ ഓൾവേസ് കം ടു RGCB. RGCB and my department will always be open for any kind of collaborative research, or if you require any other help, definitely RGCB, the research community in RGCB, including myself and the department, will always be there for you. And ഞാൻ ഈ ഇത്രയും ലോങ് സീരീസിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. And thankful to one and all among you for giving me an opportunity. Have a fantastic and very good brainstorming session after this. Thank you so much. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം ക്ഷമിക്കണം, അത് ഞാൻ വിട്ടുപോയി. ഇന്നത്തെ സയൻസ് ഡേയുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ വിനയപൂർവ്വം പ്രഖ്യാപിച്ചുകൊള്ളുന്നു. വളരെ നന്ദി സാർ. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ സൂക്ഷ്മത കൂടി പറഞ്ഞു എന്നുള്ളതാണ്. എന്തെല്ലാം സാധ്യതകളുണ്ടെന്ന്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യം, കോവിഡ് സമയത്തെ കാര്യവും അതുപോലെ ചലഞ്ചസിനെ കുറിച്ച് പറയുകയുണ്ടായി. കഴിഞ്ഞ കോവിഡ് സമയത്ത് കേരള ഗവൺമെന്റ് തന്നെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സ്റ്റഡി റിപ്പോർട്ട് ഇറക്കിയിരുന്നു. അതിനകത്ത് 91% ആണ് അതിന്റെ എഫിക്കസി എന്ന് കാണിച്ചത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വലിയ സാമ്പിളായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റഡി നടത്തിയ ഒരു ഹോമിയോപ്പതി മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര വലിയ നടന്നിട്ട് ധാരാളം വർക്കുകൾ ഇറങ്ങുന്നുണ്ട് സാർ. എന്തായാലും നല്ലതാണ്. എന്തായാലും സാറിന്റെ വാക്കുകൾക്ക് വളരെ നന്ദി. എന്തായാലും ദൈവസഹായത്താൽ ഇത്രയും കാലം ഇത് കടന്നുപോയെന്നുള്ള വസ്തുത ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെയാണ്. 1642 ദിവസം ഇത് അൺഇൻറപ്റ്റഡ് പോയെന്നുള്ളത് ശരിക്കും പറഞ്ഞ ഈശ്വരന്റെ പ്രത്യക്ഷ അനുഗ്രഹം തന്നെയാണ് സാർ. അപ്പൊ നമുക്ക് ഇന്നത്തെ മുഖ്യ പ്രഭാഷണം ശ്രീ PV ആൽബി സാറാണ്. അദ്ദേഹം ശ്രീ APJ അബ്ദുൽ കലാം, നമ്മുടെ മഹാനായ പ്രസിഡന്റ്, അങ്ങനെ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കണം.
എനിക്ക് ഡോക്ടർ രാധാകൃഷ്ണനും മേളിൽ അതുക്കും മേലെയുള്ള ഒരു പ്രസിഡന്റ് തന്നെയായിരുന്നു, ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ റിസർച്ച് അസിസ്റ്റന്റായും സഹയാത്രികനായും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് PV ആൽബി സാറാണ്. ശിഷ്യതേ അനേന ഇത് ശാസ്ത്രം, അതായത് അറിവ് നൽകുന്നതിനാണ് ശാസ്ത്രം എന്നാണ് വിവക്ഷ. അപ്പൊ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാകാം, തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമാണ്. മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ശ്രീ ആൽബി സാറിനെ ആദരവ് ക്ഷണിക്കുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യ സാർ. അതിന്റെ താഴെയായിട്ടൊരു മൈക്ക് സിമ്പൽ ഉണ്ട്. ഫോണിന്റെ താഴെയായിട്ടൊരു മൈക്ക് സിമ്പൽ ഉണ്ട് സാറേ. ഓക്കെ സാർ, ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ശരി, കേൾക്കാം സാർ, കേൾക്കാം. ഇപ്പോ ദേശീയ ശാസ്ത്ര ദിനം ഈ ഹോമിയോപ്പതി സമൂഹം ആചരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ പരം സന്തോഷം ഇപ്പോൾ രാധാകൃഷ്ണ സാറിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഹോമിയോപ്പതിയെ കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെയധികം നല്ല രീതിയിൽ ഹോമിയോപ്പതിയെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും അതിന് സപ്പോർട്ട്, ഗവേഷണ കാര്യങ്ങളിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തു. വളരെയധികം സന്തോഷം, അപ്രതീക്ഷിതമായ സന്തോഷം എനിക്ക് കിട്ടി. പൊതുവെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവർ, മോഡേൺ സയൻസിന്റെ മേഖലയിലിരിക്കുന്നവർ ഇത്രയൊക്കെ പരസ്യമായിട്ട് അത് പറയാറില്ല. രഹസ്യമായിട്ട് പറയുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുകയും ചെയ്യും. പക്ഷെ പരസ്യമായിട്ട് അങ്ങനെ പറയൽ കുറവാണ്. അക്കാര്യത്തിൽ രാധാകൃഷ്ണ സാറിന് എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ദേശീയ ശാസ്ത്ര ദിനം 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇത് ആഘോഷിച്ചു തുടങ്ങിയത്. നമ്മളുടെ സമൂഹത്തിൽ ശാസ്ത്രചിന്ത, ശാസ്ത്രാവബോധം അതൊക്കെ പ്രചരിപ്പിക്കുന്നതിനും ഉയർത്തുന്നതിനും വേണ്ടി ഉള്ളൊരു സംരംഭം എന്ന രീതിയിലാണ് അതിൻ്റെ ആരംഭം. അതിൻ്റെ പിന്നിൽ എനിക്കറിയാം സാം പിട്രോഡ ആയിരുന്നു പ്രധാനമായിട്ടും. അദ്ദേഹത്തിൻ്റെ ഈ ടെലികോം വിപ്ലവം ആരംഭിച്ചൊരു കാലമാണത്. സത്യനാരായൺ പിത്രോദ രാജീവ് ഗാന്ധിയുടെ അഡ്വൈസറായിരുന്നു. അദ്ദേഹവും കലാം സാറും ചെറുതല്ലാത്തൊരു പങ്ക് ഇതിൽ വഹിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരു ദിനം ആരംഭിക്കണം. കാരണം ഈ CV രാമനും കലാം സാറിൻ്റെയൊക്കെ തലതൊട്ടപ്പൻ അല്ല ഗുരുനാഥൻ എന്ന് പറയാവുന്ന വിക്രം സാരാഭായും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. വിക്രം സാരാഭായാണ് ഇന്ത്യയിൽ ശാസ്ത്ര സ്ഥാപനങ്ങളുടെ ഒരു സംസ്കാരം ആരംഭിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഇങ്ങനെയൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിൽ CV രാമൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ എപ്പോഴും സന്ദർശിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ലൈനിലാണ് കലാം സാറും ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് 86 ഇതിൻ്റെ ആചരണം തുടങ്ങുന്നത്. അത് ചില കാലഘട്ടങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് പലപ്പോഴും പ്രാധാന്യം പോയി. ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഇതിന് വലിയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം അതിനൊരു തീം കൊടുത്തിട്ടുണ്ട്, എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. വികസിത് ഭാരത് എന്ന് പറയുന്നൊരു മിഷൻ, ഒരു ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് യുവജനങ്ങളെ എംപവർ ചെയ്യുക, അങ്ങനെ ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക്. അതിന് സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഈ 2 മേഖലകളിലും എംപവർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇതിലൂടെ കുറേ ഇന്നൊരു മിഷൻ കൊടുത്ത് എത്രത്തോളം നടന്നതിന് അറിഞ്ഞുകൂടാ, നാളെ റിപ്പോർട്ടുണ്ടാവും. യുവാക്കള് ISRO ഒക്കെ പോലുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്ത് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊരു റെട്രോസ്പെക്ഷൻ നടത്തണമെന്നൊക്കെ ഈ മൻ കി ബാത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഞാൻ ഇത്തിരി തിരക്കായിപ്പോയി. ഞാൻ ISROയിൽ നിന്ന് അന്വേഷിക്കണമെന്ന് കരുതിയിരുന്നു, പക്ഷെ സാധിച്ചില്ല. നടന്നാൽ നല്ല കാര്യം. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. ഞാനത് പ്രപ്പോസ് ചെയ്യാനും ഇതിൻ്റെ നടത്തിപ്പുകാരെ അംഗീകരിക്കാനും കാരണം ഈ ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെക്കുറിച്ചുള്ള വലിയ വിമർശനങ്ങളും തർക്കങ്ങളും
വിവാദങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നൊരു പദം, ആ പദത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചുള്ള ചില ധാരണകളോ തെറ്റിദ്ധാരണകളോ അതിനെക്കുറിച്ചുള്ള എന്താ പറയുക, ഒരു വിശാലമായ കാഴ്ചപ്പാടിൻ്റെ കുറവൊക്കെ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശാസ്ത്രത്തെ ഇപ്പോൾ നമ്മൾ പറയുന്ന ശാസ്ത്രീയം അശാസ്ത്രീയം എന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം കണ്ടാൽ മതിയോ എന്നുള്ളൊരു എൻ്റെ ഒരു ചിന്ത പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശാസ്ത്രത്തെക്കുറിച്ച് അത്യാവശ്യം അധികാരമായിട്ട് പറയാൻ തക്ക ഒരു യോഗ്യതയുള്ള ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടിയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു അതോറിറ്റി അങ്ങനെയാണല്ലോ. ഇപ്പോൾ സാറൊക്കെ വർക്ക് ചെയ്യുന്ന മോളിക്യുലർ ബയോളജി ആയാലും അറ്റോമിക് സയൻസ് ആയാലും എന്താണെങ്കിലും, ഒപ്റ്റോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ ഡിജിറ്റൽ സയൻസോ ആയാലും ഇപ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രീസിൽ നടന്ന ഗവേഷണങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വികസിച്ചു വന്ന കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശാസ്ത്രത്തെക്കുറിച്ചുള്ളൊരു ഒരു ഡെഫിനിഷൻ അത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ പാഠപുസ്തകങ്ങളും ഒക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മളുമൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ പഠിച്ചു വന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ കാർക്കശ്യത്തിനും അപ്പുറം ശാസ്ത്രത്തിന് ഒരു സ്കോപ്പുണ്ട്, ഒരു മേഖലയുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം പാശ്ചാത്യ രാജ്യങ്ങളിലും നമുക്കിപ്പോൾ നമ്മൾ ഭാരതീയ രീതിയിൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പറയാം. ശാസ്ത്രത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകുന്ന നല്ലതാണ്. ഇതൊന്നും പാഠപുസ്തകങ്ങളൊന്നും പഠിപ്പിക്കില്ലൊന്നും. പാഠപുസ്തകം തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ തറാപ്പറ അല്ലെങ്കിൽ ABCD പഠിപ്പിക്കുന്നു, 1, 2, 3 അക്കങ്ങൾ പഠിപ്പിക്കുന്നു, അങ്ങനെ തിയറീസ് പഠിപ്പിക്കുന്നു. അങ്ങനെ പോകുന്നൊരു ഒരു എന്താ പറയുക, ഒരു തരം ഡ്രൈ ആയിട്ടൊരു രീതിയാണ് നമ്മളിവിടെ ശാസ്ത്രമായ സാഹിത്യമെല്ലാം എന്തായാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചരിത്രബോധം ഏത് കാര്യത്തിലെന്ന പോലെയും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കുട്ടികളിൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ തന്നെ ശാസ്ത്രത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തത്വചിന്തയും സാഹിത്യവും ശാസ്ത്രവും തമ്മിൽ ഒരു എന്താ പറയുക, സമാന്തരമായിട്ടോ അല്ലെങ്കിൽ യോജിച്ചുള്ള പോക്കായിരുന്നു. ഇപ്പോൾ ശാസ്ത്രത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ബിരുദം PhD, ഫിലോസഫിയെ ഡോക്ടർ, ഫിലോസഫിയിൽ തത്വചിന്തയിലുള്ള പണ്ഡിതൻ എന്ന രീതിയിലാണ് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എന്തായാലും ഒരു ശാസ്ത്രത്തിലെ ഒരു പരമോന്നത ബിരുദം രീതി കൊടുക്കുന്നത് ഫിലോസഫി. ഇനി നമ്മളുടെ ഫിസിക്സിൻ്റെ ഏറ്റവും വലിയ ആചാര്യം എന്ന് പറയാവുന്ന ഐസക് ന്യൂട്ടൺ, അദ്ദേഹത്തിൻ്റെ തിയറീസ് പ്രിൻസിപ്പിയ എന്നറിയപ്പെടുന്ന പുസ്തകം, പ്രിൻസിപ്പിയ നാച്ചുറാലി ഫിലോസഫിക്ക മാത്തമാറ്റിക്ക എന്നുള്ളത് ലാറ്റിൻ എഴുതിയ പുസ്തകമാണ്, ലാറ്റിൻ്റെ ഫുള്ളി. അപ്പോൾ ഫിലോസഫി എന്നുള്ള സംഭവം വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ വെസ്റ്റേൺ ശാസ്ത്ര സബരിയിൽ നിന്നും ഈ തത്വചിന്ത ഫിലോസഫി എന്ന് പറയുന്നത് അങ്ങോട്ട് മുറിച്ചു മാറ്റപ്പെട്ടു, അതിനങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. അത് എവിടെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് എൻ്റെ ഒരു ശാസ്ത്ര ചരിത്രത്തിൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ടെക്നോളജിയുടെ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു വരവോടുകൂടിയാണ്. വ്യവസായ വിപ്ലവമാണ് പാശ്ചാത്യർക്ക് മറ്റ് ശാസ്ത്ര ധാരകളുടെ മേലും മറ്റു തത്വചിന്തകളുടെയും അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് രാഷ്ട്രീയ വ്യവസ്ഥകളുടെ മേലും ഒക്കെ ആധിപത്യം കൊടുത്തത്. ഇപ്പോൾ അറിയാം, ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെ ഉണ്ടായ അടിസ്ഥാന ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടങ്ങൾ, നമ്മുടെ ആവിയന്ത്രം ഉണ്ടായി. തൊഴിൽ ശക്തി, മനുഷ്യൻ്റെ അധ്വാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യവസായങ്ങൾ നടത്താം, അങ്ങനെ സമ്പത്ത് സാമാന്യത്തിലധികം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സമ്പത്തിൻ്റെയൊക്കെ ബലത്തിലാണ് ഈ കോളനി വൽക്കരണമൊക്കെ നടക്കുന്നതും ഇന്ത്യയിലൊക്കെ വരുന്നതും, ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലും യൂറോപ്യൻസ് വരുന്നതും. എന്താ പറയുക, അവിടെയൊക്കെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അധിനിവേശം, രാഷ്ട്രീയം മാത്രമല്ല സാമ്പത്തികമായിട്ടും ഇതേപോലുള്ള അവിടെ ഉണ്ടായിരുന്ന വിജ്ഞാനത്തിൻ്റെ മേലൊക്കെ അധിനിവേശം വരുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷെ ഇതിനൊക്കെ മുൻപ് തന്നെ ഇന്ത്യയിലൊരു ശാസ്ത്രമുണ്ട്, ശാസ്ത്ര രംഗത്തെ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞിരുന്നത് ലോകത്തെ നടക്കുന്ന, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും സ്പർശിക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള വളരെ യുക്തിപൂർവമായിട്ടുള്ള ചിന്ത, ആ തരത്തിലാണ് യുക്തിപൂർവ്വം, വളരെ അനലിറ്റിക്കലായിട്ട് എന്താ പറയുക, വളരെ റീസണിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിന്ത എന്ന രീതിയിലാണ് നമ്മളിവിടെ അത് പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ പോയി ഈ പറയുന്ന വ്യവസായ വിപ്ലവമൊക്കെ നടക്കുന്നതിനും ഐസക് ന്യൂട്ടനൊക്കെ മുമ്പ് തന്നെ ഇവിടെ സയൻസിന്റെ മാത്തമാറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും ഒക്കെ, ബയോളജിയുടെ കാര്യത്തിൽ ഞാൻ പറയാൻ അതോറിറ്റി എനിക്ക് പറയാൻ പറ്റില്ല, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ബ്രഹ്മഗുപ്തൻ 688 AD-യിലാണ് ബ്രഹ്മഗുപ്തന്റെ ഈ ഗ്രാവിറ്റേഷണൽ തിയറി വരുന്നത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു, ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഈ ബ്രഹ്മഗുപ്തൻ. അതൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പലതരം ബലങ്ങളെ കുറിച്ച് പറഞ്ഞ് വന്നിട്ട് ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, റിപ്പൽഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ധാരണ 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇനി ആര്യഭട്ടൻ, അദ്ദേഹത്തിന്റെ സൈൻ ഫംഗ്ഷൻ 5-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്, കൃത്യമായിട്ട് പറയുന്നത് 499 ആര്യഭട്ടൻ ഈ സൈൻ ഫംഗ്ഷൻ സീരീസും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. എത്രയോ കാലം കഴിഞ്ഞാൽ ട്രിഗണോമെട്രി എന്ന് പറയുന്നതിനെ കുറിച്ച് പാശ്ചാത്യർ സങ്കല്പിച്ചു തുടങ്ങുന്നത്. ഈ ന്യൂട്രൺ മറ്റുമൊക്കെ, ന്യൂട്രൺ ഏതാ 17-ാം നൂറ്റാണ്ടാണെന്ന് തോന്നുന്നു. ഓർമ്മശക്തി ഇങ്ങനെ വളരെ കുറഞ്ഞു വരികയാണ്, അതുകൊണ്ടാണ് ഞാൻ നോട്ട്സ് നോക്കുന്നത് കേട്ടോ. കൃത്യമായിട്ട് പഴയ പോലെ പറയാൻ പേരുകളും വർഷങ്ങളും പറയാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മുടെ കേരളത്തിന്റെ സംഗമഗ്രാമ മാധവൻ, നമ്മളുടെ ഇങ്ങാലക്കുടക്കാരൻ, എത്ര മലയാളികൾക്ക് അറിയാം? വലിയ PhD സയൻസ് PhD-കളിലും സംഗമഗ്രാമ മാധവനെ കുറിച്ച് ഈ അടുത്ത കാലത്താണ് കുറച്ച് പ്രയത്നങ്ങളൊക്കെ നടന്നു വരുന്നത്. ഈ ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹത്തിന് നാട്. അദ്ദേഹമാണ് ഇൻഫിനിറ്റ് സീരീസ്, ഈ ടൈലർ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു MSc കാലത്തൊക്കെ വലിയ കാര്യമായിട്ട് പഠിച്ച കാര്യമാണ് ടൈലർ സീരീസ്. ടൈലറിന്റെ മുത്തശ്ശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാധവൻ അതിന് കൊടുത്തിരുന്നു. അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പൊ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഷ അല്ല, സൈൻ കോഴ്സ് അങ്ങനെയൊന്നും അല്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമ്മുടേതായ വ്യത്യസ്തമായ രീതികളാണെന്നേ ഉള്ളൂ. അപ്പോ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തിന് ഒരു ശാസ്ത്രീയ ഒരു സംസ്കാരം, ഒരു ശാസ്ത്രീയമായ ഒരു ചിന്തയുടെ ഒരു പാരമ്പര്യം ഈ വ്യവസായ വിപ്ലവത്തിനും അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിലുണ്ടായ ഈ പറയുന്ന ഇന്നറിയപ്പെടുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഈ മോളിക്യൂൾസ്, ആറ്റംസ് അങ്ങനെയൊക്കെയുള്ള ആ രീതി, ബയോളജി, സെല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ, ജെനറ്റിക്സ്, ജീനുകൾ, ആ ഒരു ഫിസിക്സിലാണെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പാർട്ടിക്കിൾ ഫിസിക്സിന് പോയി നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ അപ്പുറം പോയി ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നാളെ പുതിയ പാർട്ടിക്കിൾ വരുന്നില്ലെന്ന കാര്യം അറിഞ്ഞില്ല. ഒരു കണ്ടിന്യൂമാണ്, ഇങ്ങനെ കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു യുക്തിചിന്തയിലൂടെ ശാസ്ത്രത്തിന്റെ ചില അന്വേഷണ രീതികൾ, പ്രപഞ്ചാന്വേഷണങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വെറുതെ സങ്കല്പങ്ങളും വെറുതെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഉണ്ടാക്കലല്ല, കൃത്യമായിട്ടുള്ള അനലിറ്റിക്കൽ രീതികൾ, യുക്തിചിന്ത, യുക്തിപൂർവമായിട്ടുള്ള ചിന്ത, അതാണ് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു ഡെഫിനിഷൻ. അതിനെക്കുറിച്ചൊരു നമ്മളൊരു ഡെഫിനിഷൻ ഉണ്ട്, ഞാനത് ഉണ്ടോ, യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള രീതി. അതിൽ എടുത്തു പറയേണ്ട കാര്യം, നമ്മളെ ജൈന ചിന്തയിൽ, ഇന്ത്യയിലാണെങ്കിൽ പിന്നെ ചൈനയിൽ അവിടെയുണ്ട്, ചൈനീസ് ശാസ്ത്രത്തിന്റെ വളരെ ശക്തമായ ധാര അവിടെയുണ്ട്. ഈജിപ്ത് കേന്ദ്രമാക്കിയുണ്ട്. ഇന്ത്യയിൽ പൗരാണികര്, അതിൽ തന്നെ കൃത്യമായിട്ട് പറയാവുന്ന ജൈനരുടെ കോൺട്രിബ്യൂഷൻ, ജൈനമതത്തിന്റെ അതിലുണ്ടായ ആചാര്യന്മാരുടെ കോൺട്രിബ്യൂഷൻ, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പല ധാരകളുണ്ട്. അത്രയ്ക്ക് വിശാലമായിട്ട് ചിന്തിച്ച, യാഥാർത്ഥ്യത്തിന് ഒറ്റ വഴിയിലൂടെ, ആരെങ്കിലും നിശ്ചയിച്ചു വെച്ച ഒരു വഴിയിലൂടെ മാത്രമേ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും പാടുള്ളൂ എന്നുള്ളൊരു കടുംപിടുത്തം നമുക്കിവിടെ ഇല്ലായിരുന്നു. ഈ കടുംപിടുത്തം വരുന്നത് ഈ വ്യവസായ വിപ്ലവത്തിന്റെ ബലത്തിൽ, അതിന്റെ മണി പവറിലും അതിന്റെ എന്താ പറയുക പൊളിറ്റിക്കൽ പവറിലും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില ധാരണകളും ചില സങ്കല്പങ്ങളും ഈ കൊളോണിയൽ അധികാരത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ പാഠപുസ്തകങ്ങളിലും കരിക്കുലത്തിലും മറ്റുമൊക്കെ ലോകം മുഴുവൻ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അടിച്ചേൽപ്പിച്ചു ഉണ്ടാക്കിയ ഒരു ധാര. ആ ഒരു ധാരയുടെ ഒരു തള്ളിരുന്നുകൊണ്ടാണ് ഹോമിയോപ്പതി അശാസ്ത്രീയം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവർ ഇന്ത്യൻ കൺസെപ്റ്റ് വെച്ച് നോക്കുക, വസ്തുതകളെ യുക്തിപൂർവ്വം അനലൈസ് ചെയ്യുക. സാമുവൽ ഹൈമാൻ ചെയ്തതല്ലേ, എത്രയോ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് വസ്തുതകളെ, മനുഷ്യന്റെ രോഗം, ആരോഗ്യം, എന്താണ് ആരോഗ്യം, എന്താണ് രോഗം, രോഗത്തിൽ എന്താണ് ക്യൂറബിൾ ആയിട്ടുള്ളത്, പ്രകൃതിയിലുള്ള ഈ പല വസ്തുക്കളിലും അതിൽ എന്താണ് ക്യൂറേറ്റീവ് ആയിട്ടുള്ളത്, ആ ക്യൂറേറ്റീവ് ആയിട്ടുള്ള അതിന്റെ ഫാക്ടറിനെ കൂടുതൽ പുറത്തു കൊണ്ടുവരുവാൻ
എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള യുക്തിപൂർണമായ ചിന്ത അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ഓർഗൻ ഓഫ് മെഡിസിൻ അടക്കം വായിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ ഈ യുക്തിപൂർണമായ ചിന്ത അദ്ദേഹം നടത്തിയിരുന്നു. അത് നമ്മുടെ ഭാരതീയ രീതി അനുസരിച്ചുകൊണ്ട് ശാസ്ത്രമാണത്. വസ്തുതകളെ, മനുഷ്യന് രോഗം ഒരു വസ്തുതയാണ്, ആരോഗ്യം ഒരു വസ്തുതയാണ്, രോഗശമനം ഒരു വസ്തുതയാണ്. ഈ വസ്തുതകളെ യുക്തിപൂർണമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രീതി ഉണ്ടാക്കി, സിമിലിയ സിമിലിബുസ് കുറാന്തം. അപ്പൊ അതിനെ അംഗീകരിച്ചും പ്രശംസിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ സാർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം, സത്യം പറഞ്ഞൊരു രോമാഞ്ചം ഉണ്ടായി. അത് ശരിയായൊരു സമീപനമാണത്. പക്ഷെ പലരും അങ്ങനെയല്ല. ഇതിന് അശാസ്ത്രീയം എന്ന് പറയാനാണ് പലർക്കും താല്പര്യം. ഈ അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പാശ്ചാത്യമായ ഈ ഒരു ശാസ്ത്ര ഈ വ്യവസായ വിപ്ലവത്തിന്റെ തണലിൽ വളർന്നു വന്ന ഒരു ശാസ്ത്രീയ അന്വേഷണത്തിന്റെ രീതിയെ മാത്രം അവലംബിച്ചുകൊണ്ട് ബാക്കിയെല്ലാം അശാസ്ത്രീയം എന്ന് പറയുന്ന ഒരു രീതി, അതിനെ തിരസ്കരിച്ചുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടിലൂടെ ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ പറഞ്ഞത്. അതാണ് ഒരു ഇന്ത്യൻ രീതി, അതാണ് ജൈന മഹർഷിമാർ പറഞ്ഞ ഒരു രീതി. അത് സ്യാദ്വാദം എന്നാണ് പറയുന്നത്. സ്യാദ്വാദം, ജൈനമതത്തിൽ കുറെ നയങ്ങളുണ്ട്, നയങ്ങൾ. ഈ നയങ്ങളിലൊന്നാണ് ഈ പറയുന്ന യാഥാർത്ഥ്യ പലതരത്തിൽ പല നയങ്ങൾ എന്ന് പറയുന്നത്, പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ രോഗശാന്തി, രോഗശമനം, അല്ലെങ്കിൽ രോഗം, ആരോഗ്യം എന്നുള്ള കാര്യങ്ങളെ പലതരത്തിൽ പറയാം. ഇപ്പോൾ വെസ്റ്റേൺ രീതിയിൽ സെൽസ്, അതിൻ്റെ കെമിക്കൽസ്, കെമിക്കൽ ആക്ഷൻസ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെടുത്ത് മാറ്റി മാറ്റി വെച്ചു. പനി എന്ന് പറയുമ്പോൾ അങ്ങനെ പനിയുടെ ഏതോ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനം, ചൂട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി. മറ്റൊരു രീതി രോഗത്തെ സമഗ്രമായി കണ്ടുകൊണ്ട്, മനുഷ്യന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികമായ രീതികളെ സമഗ്രമായി കണ്ടുകൊണ്ട് രോഗത്തെയും ആരോഗ്യത്തെയും വിലയിരുത്തുന്ന വേറൊരു രീതി. ഇത് നമ്മളുടെ ഒരു ഭാരതീയ കാഴ്ചപ്പാടിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള ഈ പറയുന്ന മോഡേൺ സയൻസിനും വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ശാസ്ത്രചിന്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തികച്ചും ശാസ്ത്രീയമായ രീതിയാണത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ ഈ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഈ ഒരു പരിപാടിയിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ അശാസ്ത്രീയം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് വെസ്റ്റേൺ സയൻസിന്റെ രീതിയിൽ ഹോമിയോപ്പതിയെ പോലുള്ള വസ്തുതകളെ, ഇറ്റ്സ് എ റിയാലിറ്റി. ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ തന്നെ ടെസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞില്ലേ പല കാര്യങ്ങളിലും. അദ്ദേഹം പറഞ്ഞതിന്റെ അപ്പുറമാണ് ഹോമിയോപ്പതിയുടെ സ്കോപ്പ്. അദ്ദേഹം ആ രീതിയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കാം. എങ്കിലും അദ്ദേഹം അത് അത്രയും പറഞ്ഞില്ലേ, അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് പോലും അത് ബോധ്യപ്പെട്ടു. അപ്പൊ അതൊരു വസ്തുതയാണത്. അപ്പൊ വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയെ, ശാസ്ത്രത്തിന്റെ ഒരു രീതിയുടെ ആ ഒരു അളവുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാര്യത്തെ വിശദീകരിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ആ വസ്തുത നിഷേധിക്കുന്നത് ശാസ്ത്രീയമാണോ? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. ഈ ശാസ്ത്രത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ വെച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഒരു വസ്തുതയെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ പറ്റും? ഹോമിയോപ്പതിയിലൂടെ ഒരു രോഗശാന്തി സംഭവിക്കുന്നു. ഞാൻ 87 ഹോമിയോപ്പതിയെ കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയ കാലത്ത്, ഒരു ഫിസിക്സ് വിദ്യാർത്ഥി എന്നതിൽ മനസ്സിലാക്കിയ കാലത്ത് അശാസ്ത്രീയം എന്ന് പറഞ്ഞിരുന്നോട് ഞാൻ പറഞ്ഞതൊരു കാര്യമാണ്. അന്ന് ഇന്നെനിക്ക് ആത്മവിശ്വാസമൊന്നും ഇല്ല, വേറെ കാര്യം. അന്നത്തെ ആത്മവിശ്വാസം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളൊരു രോഗിയെ കൊണ്ടുപോകാം, നിങ്ങളൊരു രോഗികൾ കൊണ്ടുപോകാം, അത് സുഖപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം. ഞാനെന്ന് വെച്ചാൽ ഞാൻ തനിയെന്നല്ല, എൻ്റെ സുഹൃത്തുക്കൾ ഹോമിയോപ്പതിയിൽ പ്രാഗൽഭ്യമുള്ള കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു, പലരൊക്കെ മരിച്ചുപോയി. അവരുടെയൊക്കെ പിന്തുണയോട് ഞാൻ കാണിച്ചു തരാം. ഒരു വസ്തുത ആണ്. ഒരു രോഗം ഉണ്ടായിരുന്നത് രോഗശാന്തി കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ഒരു വസ്തുതയാണ്. ഈ വസ്തുതയെ നിങ്ങൾ അങ്ങനെ നിഷേധിക്കും. വസ്തുത നിഷേധിച്ചുകൊണ്ട് അതിന് അശാസ്ത്രീയം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ വരുമ്പോൾ ശാസ്ത്രത്തിലുള്ള ഈ ബദൽ ധാരകളെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇന്ന് നിലവിലുള്ള ശാസ്ത്രത്തിന്റെ സിംബൽസും മറ്റുമൊക്കെ ഉപയോഗിക്കാതെ തന്നെ പ്രപഞ്ചത്തെ വിശകലനം ചെയ്യാനും പ്രപഞ്ചത്തെ വിശദീകരിക്കാനും ഒക്കെ സാധിക്കും. ആ ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം എങ്ങനെയായിരുന്നിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. ഇന്നിപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ വഴിയിൽ പോയത് തന്നെയാണ്. ഇന്ന് ഡിജിറ്റൽ ടെക്നോളജി ആയാലും ശരി, ഈ ബയോടെക്നോളജി ആയാലും ശരി, എല്ലാം ആ ഒരു രീതിയിൽ പോയതാണ്. അതിനെ ഒന്നും നിഷേധിക്കുന്നില്ല, ആ ഒരു ധാര അംഗീകരിക്കുന്നു. പക്ഷെ മറ്റു ധാരകളും ഉണ്ട് എന്നുകൂടി അംഗീകരിക്കാൻ സമൂഹം ബാധ്യസ്ഥമാണ്. അതൊരു വസ്തുതയാണ് താനും.
ആ വസ്തുത ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഹോമിയോപ്പതി കൂടിയാണ്. അപ്പോൾ ആ ഹോമിയോപ്പതിന് അശാസ്ത്രീയം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ശാസ്ത്രബോധം നമ്മൾ വളർത്തുന്നത്? ഈ ശാസ്ത്രദിനം ആഘോഷിക്കുമ്പോൾ ഞാൻ ഈ ദിവസം ഇത്ര തിരക്കായി പോയി. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഹോമിയോപ്പതിയെ പരസ്യമായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പരസ്യമായിട്ട് അംഗീകരിക്കുന്ന ആളാണ്. ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവേദനം കൊടുക്കാൻ ചെന്ന തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ കയ്യിലെ വിറയൽ കണ്ടിട്ട് പാർക്കിൻസൺ ഡിസീസാണ്, ചികിത്സ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹോമിയോപ്പതി തേടുക, ചികിത്സയൊക്കെ നടന്നോട്ടെ, നിങ്ങൾക്ക് ശരിക്കും ശാന്തി വേണമെങ്കിൽ ബിഷപ്പ് ഹോമിയോപ്പതി ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹമായിട്ട് എനിക്ക് ഒരു ആശയവിനിമയമുണ്ട്. പ്രധാനമന്ത്രിക്ക് ഞാൻ കത്തുകൾ അയക്കാറുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രദിനത്തിൽ ഹോമിയോപ്പതിയെക്കുറിച്ച് കൂടി ഭാവിയിൽ എപ്പോഴെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ചിന്തയാണ്. എൻ്റെ ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആ ഒരു ശാസ്ത്രധാരയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെ ഈ നമ്മളിന്നിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടെക്നോളജി, നമ്മൾ ഈ സൂം മീറ്റിംഗ് നടത്തുന്നു, ടെക്നോളജി ഇതെല്ലാം അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ബാക്കി പത്രങ്ങളാണ്. അതിനെ നിഷേധിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നില്ല. പക്ഷെ മറ്റു രീതിയിലും ശാസ്ത്രം ഉണ്ടായിരുന്നു, ശാസ്ത്രം ഇപ്പോഴും ഉണ്ട്. ആ ശാസ്ത്രത്തെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഒന്നും മറ്റൊന്നിനെതിരുമല്ല സാധനം. ഇപ്പോഴുള്ള ഒരു പാശ്ചാത്യ ചിന്തയെ അല്ലെങ്കിൽ പാശ്ചാത്യ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ മെഡിസിൻ്റെ കാര്യത്തിലായാലും ശരി, നമ്മൾ അലോപ്പതിയെ തള്ളിക്കളയുകയില്ല, അലോപ്പതി വിമർശനാത്മകമായി നേരിടുക മാത്രമേ ചെയ്യുന്നു. എല്ലാ കാര്യത്തിലും സർജറിയുടെ ആവശ്യമില്ല, സർജിക്കൽ അല്ലാതെ ഹോമിയോപ്പതിയിലൂടെ ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴും സർജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് അവർക്ക് വിട്ടുകൊടുക്കുക, അലോപ്പതിക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബയോടെക്നോളജി ഉപയോഗിക്കേണ്ട മേഖലകളുണ്ടാകാം, അതിലേക്ക് വിട്ടുകൊടുക്കാമെന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ് ഈ ബയോടെക്നോളജി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹോമിയോപ്പതിയുടെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ശാഖ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. സാറിനെ പോലുള്ളവരൊക്കെ ഇതിനെ തുറന്ന് അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ, ആ ഒരു രീതി ഈ ഹോമിയോപ്പതി സമൂഹം അതിനെ ശരിക്കും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മറ്റൊന്ന് ഇന്നത്തെ ദിവസമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ഈ ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതിയിലെ ശാസ്ത്രീയത തേടിയുള്ള അന്വേഷണങ്ങളെ അങ്ങനെ അംഗീകരിക്കുന്ന ആളല്ല ഞാൻ നേരത്തെ ഒരു മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അങ്ങനെ ഞാൻ ഈ ഒരു തരത്തിൽ ചിന്തിച്ചിരുന്നപ്പോൾ ഈ രാമൻ എഫക്റ്റ് ഒരു സ്കാറ്ററിംഗ് ആണ്. നമ്മൾ സ്കാറ്ററിങ്ങിൻ്റെ തന്നെ വേറെ രീതി, ഡിഫ്രാക്ഷൻ, പ്രകാശത്തിൻ്റെ ഡിഫ്രാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ കടലിലെ നീലിമ എന്ന് പറയുന്നത്. അതിലുള്ള വെള്ളത്തിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ ആണ് രണ്ടുമാണ് ഉള്ളത്. ഇതിൻ്റെ ചില പ്രത്യേക പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ ചുവപ്പിനോട് ആ ഒരു സാമീപ്യമുള്ള വൗലൻസ്, വിസിബിൾ വൗലൻസ്, ഇൻഫ്രാറെഡ്, റെഡ്, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് അബ്സോർബ് ചെയ്യും. ഈ ഓക്സിജനും ഹൈഡ്രജനും അബ്സോർബ് ചെയ്തിട്ട് പിന്നീട് സ്കാറ്റർ ചെയ്ത് പോരുന്നത് ബ്ലൂ സൈഡിലുള്ള സ്പെക്ട്രമാണ്. ഒരു കൺട്രോൾഡ് സ്കാറ്ററിങ്. ഇത് റാലി കൊണ്ട് പറഞ്ഞിരുന്നത് ആകാശ നീലിമയും കടല നീലിമയും രണ്ടും സ്കാറ്ററിങ് ഉണ്ടാണെന്നുള്ളതാണ്. പക്ഷെ ആകാശ നീലിമ ഓക്കെ, പക്ഷെ കടല നീലിമ സ്കാറ്ററിങ് അല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ടി.വി. രാമൻ്റെ കണ്ടുപിടുത്തം. അതിനാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ച ദിവസമാണ് 1928 ഫെബ്രുവരി 22 അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യക്ക് മുൻ കൊടുത്തൊരു അഭിമുഖത്തിൽ വെച്ചുകൊണ്ട് C.V. രാമൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ട് നിന്നത് ഡോക്ടർ P.V. കൃഷ്ണനാണ് വാസ്തവത്തിൽ ഗൈഡൻസിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ഒരു എന്താ പറയുക, അതിൻ്റെ അവിടെ സംഭവിക്കുന്ന പോളറൈസേഷൻ, അവിടെ ചില പുതിയ സ്പെക്ട്രംസ് വരുന്നത് ഈ ഒരു കൺട്രോൾഡ് സ്കാറ്ററിംഗ് ആണ്, ഡിഫ്രാക്ഷൻ ആണ്, അഡീഷണൽ ലൈൻസ് വരുന്നത്. ഇതിനെ ഈ ഹോമിയോപ്പതി റിസർച്ചിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അതിനെക്കുറിച്ച് കുറേ അന്വേഷണങ്ങൾ ഈ ഒരു 89, 90, 91 കാലഘട്ടം ഞാൻ നടത്തുകയും ചെയ്തതാണ്. പക്ഷെ ഒരു പരിധി വിട്ട് അത് പോകാൻ പറ്റില്ല. അത് കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കൺക്ലൂസീവ് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ വാട്ടർ മോളിക്യൂളിൻ്റെ സ്റ്റേറ്റ്സിൽ എന്തെങ്കിലും വ്യതിയാനം ഈ പൊട്ടൻസിയേഷൻ വഴി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താം. ഈ വ്യത്യസ്ത പൊട്ടൻസിയൽ, വ്യത്യസ്ത മെഡിസിൻസ്, ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പി, രാമൻ എഫക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പി. രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതിലുള്ള
വാട്ടർ മോളിക്യൂൾസിൽ അല്ലെങ്കിൽ നമ്മളുടെ ആൽക്കഹോളിലുണ്ട് ഓക്സിജനും ഹൈഡ്രജനും അതിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടും സ്പെക്ട്രോഗ്രഫി നമുക്ക് പ്രയോഗിച്ച് പക്ഷേ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഈ നമ്മളെ പൊട്ടൻസീസ് വെറുതെ വാട്ടർ മോളിക്യൂൾസിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ടോ അതിൻ്റെ എനർജി സ്റ്റേറ്റ്സോ മറ്റോ കൊണ്ട് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ MSc പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓറം മെറ്റാലിക്കം 200, അതിന് ചേരുന്നതിന് കുറച്ച് മുമ്പ് അനാക്കാർഡിയം 200, ഇത് രണ്ടിൻ്റെയും പിന്നെ ബെലഡോണ, മറ്റേ ബെലഡോണ അക്കൗണ്ട് കണ്ടീഷനാണ്. അനാക്കാർഡിയത്തിൻ്റെയും ഓറത്തിൻ്റെയും ആക്ഷൻ, മാനസിക തലത്തിലുള്ള ആക്ഷൻ, ക്രോണിക് കേസിലുള്ള ആക്ഷൻ ഞാൻ കണ്ട് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് കൺക്ലൂസീവായിട്ട്. ഇതിനെയൊന്നും ഈ രാമൻ എഫക്റ്റ് വെച്ചുകൊണ്ടോ രാമൻ സ്പെക്ട്രോഗ്രഫി വെച്ചുകൊണ്ടോ നമുക്ക് അതിന് വിശദീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്കതൊന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അത്തരത്തിൽ കൂടുതൽ പോവുകയോ അത്തരത്തിൽ ഗവേഷണം ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, കൊച്ചി യൂണിവേഴ്സിറ്റിയിലും പലതരത്തിലും ഉണ്ടായിരുന്നു. അവരൊന്നും അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പോയില്ല. പക്ഷെ പിന്നീട് ഒരുപാട് ഗവേഷണം നടന്നിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കും. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിലരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. ഇപ്പോൾ പോണ്ടിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു കുട്ടി പോണ്ടിൽ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഓപ്ട്രോണിക്സിലാണ്. പുള്ളിക്കാരി പറഞ്ഞത് ഈ രംഗത്ത് പോയവരൊക്കെ 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. ഹോമിയോപ്പതി ശാസ്ത്രീയമാണെന്ന് പറയുകയും പറയാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ പറയുന്നതിൽ അത് ശാസ്ത്രമല്ലല്ലോ. കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല അത് ശാസ്ത്രം. 50% പറഞ്ഞത് ശാസ്ത്രമല്ല. അതിനർത്ഥം ഈ ഒരു വഴിയിലും ഹോമിയോപ്പതിയുടെ ഈ പറയുന്ന ആധികാരികതയെ, ശാസ്ത്രീയതയെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആധികാരികത, അതിൻ്റെ വസ്തുതയെ, അതിൻ്റെ ഹീലിംഗ് എഫക്റ്റിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേ നമ്മൾ ആർക്കും എതിരല്ല. ആ ഒരു പാശ്ചാത്യ ടെക്നോളജിയുടെ ആ ഒരു ടെക്നോളജിയുടെ എന്താ പറയുക, ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയുടെയും ബയോടെക്നോളജിയുടെയും ഈ പറയുന്ന ഓപ്റ്റോമെട്രിക്സിൻ്റെയും ഒക്കെ രീതിയിൽ ഗവേഷണം നടന്നുകൊണ്ടേ. പക്ഷേ സാമുൽ ഹനിമാൻ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അത് ഭാരതീയ ശാസ്ത്രചിന്തയുടെ വരുന്ന ജൈനചിന്തയുടെ കണാവിൻ്റെയും മറ്റുമൊക്കെ ആ ഒരു സാങ്കേശാസ്ത്രം, ആ ശാസ്ത്രത്തിൻ്റെയൊക്കെ പിന്നെ വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാമുൽ ഹനിമാൻ്റെ അന്വേഷണങ്ങളും പഠനങ്ങളും 100% ശാസ്ത്രീയമായിരുന്നു. ഭാരതീയ, ഞാൻ ഈ പറഞ്ഞ ബദൽ ശാസ്ത്രീയ രീതി, വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ഭാരതീയ പുരാതനമായിട്ടുള്ള നൂറ്റാണ്ടുകൾക്കും മുൻപേയുള്ള ഈ ഒരു ശാസ്ത്രധാരയുമായിട്ട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് സാമുൽ ഹനിമാനും അദ്ദേഹം കണ്ടെത്തി ലോകത്തിന് സമർപ്പിച്ച ഹോമിയോപ്പതി. യുക്തിയാണ്, യുക്തിപൂർണമായി വസ്തുതകളെ, രോഗശാന്തി എന്നുള്ള വസ്തുതയെ, ആ വസ്തുതയെ യുക്തിപൂർണമായിട്ട് വിശദീകരിക്കുക എന്നുള്ള ആ ശാസ്ത്രത്തിൻ്റെ ഡെഫിനിഷൻ്റെ കാഴ്ചപ്പാടിലും മാനദണ്ഡത്തിലും നോക്കുമ്പോൾ ഇതും ശാസ്ത്രീയം തന്നെയാണ്. ഹോമിയോപ്പതിക്ക് സമൂഹത്തിന് ഒരു വലിയ കടമയുണ്ട്. നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ചുവട് പിടിച്ചിട്ടുള്ള ആ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കം എന്ന് പറയാവുന്നത് ആവിയന്ത്രത്തിൻ്റെ ആവിർഭാവമാണ്. അതാണ് അതിന് ചുക്കാൻ പിടിച്ചത്. ഈ ആവിയന്ത്രത്തിനെയൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഈ ഗേഷ്യസ് പ്രോപ്പർട്ടീസ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വാതകം, അതിലുള്ള ആറ്റം, മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസ്, ആ ഒരു രീതിയിൽ പോയാലേ അവിടെ പുരോഗതിയുള്ളൂ. അവിടെ പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ വ്യവസായം വളരുള്ളൂ, സമ്പത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിക്കാനും ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അത് ആ ഒരു രീതിയാണത്. അപ്പോൾ അതങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ ശാസ്ത്രത്തിന് വ്യത്യസ്ത രീതികളുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് പറയാൻ പറ്റില്ല. ചൈനീസ് രീതികളുണ്ട്, എന്താ പറയുക, ഗ്രീക്ക് രീതികളുണ്ട്, നമ്മളുടെ ഈജിപ്ഷ്യൻ ശാസ്ത്രീയ ചിന്താസരണികളൊക്കെ ഉണ്ട്. ശാസ്ത്രീയ ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും കൂടി പരിഗണിക്കണം എന്നുള്ളൊരു അപേക്ഷ ആ കാര്യത്തിൽ ഹോമിയോപ്പതി സമൂഹത്തിന് ഒരു വലിയൊരു പങ്കുണ്ട്. നമ്മളുടെ അന്വേഷണങ്ങളെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പിന്നാലെ പോകുന്ന ആ ശാസ്ത്ര സപര്യയുടെ വാലിൽ കെട്ടി മാറി നിൽക്കാതിരിക്കുക. പോയിക്കോട്ടെ, നമ്മൾ നമ്മുടേതായ രീതിയിലും പോകണം. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഡോക്ടർ മനോജിനും മറ്റെല്ലാ ഭാരവാഹികൾക്കും വളരെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി ശ്രീ ആൽബി സാർ. വളരെ ആഴത്തുള്ള കാര്യങ്ങളാണ് അങ്ങ് പറയുകയുണ്ടായത്.
ഈ പാശ്ചാത്യ ശാസ്ത്രവും പൗരസ്ത്യ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിലൊരു വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ പലതിനെ എന്താ പറയുക കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതൊക്കെയുള്ള ഭംഗിയായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും ഈജിപ്തിന്റെയും ഒക്കെ പുരാണ ശാസ്ത്രങ്ങളെ കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി. മാക്സ് മുള്ളർ എഡിറ്റ് ചെയ്ത പുസ്തകമുണ്ടല്ലോ, സേക്രഡ് വർക്ക്സ് ഓഫ് ഈസ്റ്റ്, 50 വോളിയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് വായിക്കാനോ അതിലേക്ക് പോകാനോ ഒന്നും അത് കഴിയുമെന്നുള്ള വസ്തുത. പിന്നെ ഒരു പ്രായോഗിക ചിന്തയാണ് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ കാര്യത്തെയും ഏറ്റവും എളുപ്പത്തിൽ എന്ത് കാണുന്നു അങ്ങനെ നമ്മൾ പറയേ ഇടവഴി കളഞ്ഞു പോയി മെയിൻ റോഡിൽ തപ്പുക എന്ന് പറയാം. അപ്പൊ എളുപ്പം എന്താണ് അതിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല വ്യവസായത്തിന്റെ താല്പര്യത്തിന് അനുസൃതമായിട്ട് ശാസ്ത്രത്തെ കൊണ്ടുവരിക എന്നുള്ള വ്യവസായത്തിന് നിലനിൽപ്പ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഇന്ന് നടക്കുന്ന പല പല ഈ എന്താ പറയുക കണ്ടുപിടുത്തങ്ങൾ പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ രാമനെ പറ്റിയെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ ശരിക്കും കണാദന്റെ വൈശേഷി സൂത്രമാണ്. അതിനകത്തിന് ദ്രവ്യത്തിന്റെ വിശേഷ സാമാന്യ ഒരുപാട് പ്രോപ്പർട്ടീസ് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. കണങ്ങളെ ഭക്ഷിച്ചവനാണ് കണാദൻ അല്ലെങ്കിൽ പിപ്പിലാദൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമഗ്രമായ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടെത്തും. പക്ഷെ മുൻവിധി പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികളോട് സംവദിക്കാൻ സമയമുണ്ട്. ഒരു 10 മിനിറ്റ് രാധാകൃഷ്ണൻ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങയിൽ കേൾക്കാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. സാറേ, സാർ പറഞ്ഞത് ഇതുവരെ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷനാണ്. അതിനകത്ത് വളരെ ഡെഫിനറ്റീവായിട്ട് അദ്ദേഹം സമർത്ഥിച്ച കാര്യം ഇതിൻ്റെ ഇടയിൽ നമ്മൾ മിസ് ചെയ്തു പോയി എന്നുള്ളതാണ്. നമ്മളെന്ത് നേടിയതിനേക്കാളും കൂടെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പഴയ നോളജ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കാതെ പോയി എന്നുള്ളത് കൂടെ അദ്ദേഹത്തിന്റെ സംസാരത്തിനകത്ത് പ്രതിഫലിച്ചതായിട്ട് എനിക്ക് തോന്നി. അത് സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന ഒരു ഒബ്സർവേഷൻ അല്ല. നമ്മളെ പോലെയുള്ളവര് സാറ് പറഞ്ഞ പോലെ എളുപ്പ വഴി അന്വേഷിച്ച് പോകണോ, അല്ലെങ്കിൽ കുറെ കൂടെ റിയലിസ്റ്റിക് ഫോം ഓഫ് ലിവിങ്ങിൽ ജീവിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ അത്ര ആഴത്തിൽ ചിന്തിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ പറ്റിയെന്ന് വരില്ല. അത് നമ്മളുടെയൊക്കെ ഒരു പോരായ്മ തന്നെയാണ്. ആ പോരായ്മയും കൂടെ റെക്ടിഫൈ ചെയ്ത് വേണം എല്ലാവരും മുമ്പോട്ട് പോകാൻ എന്റെ അഭിപ്രായം. അതെ, ഇപ്പൊ സാമുവൽ ഹനുമാൻ ഡെയർ ടു ബി വൈസ് എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഓർഗൻ മെഡിസിൻ ആദ്യം എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ്, ഡെയർ ടു ബി വൈസ് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഡെയർ ടു ബി ആ പറയാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ സാർ. അപ്പൊ ഡോക്ടർ ഷാജി കുടിയാട്ടം സംസാരിക്കാനുണ്ടോ? ഡോക്ടർ ഷാജി വർഗീസ് കുടിയാട്ടം നമ്മുടെ IFPHന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി. ഡോക്ടറെ ഉണ്ടോ? ആരെങ്കിലും സംസാരിക്കുക ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഷാജി കുടിയാട്ടം ഫിലിപ്പൈൻസ് ആണ്. അവിടെ പോയാൽ അർദ്ധരാത്രി കഴിഞ്ഞാണ്. ഏതാണ്ട് 1 മണിയോ 2 മണിയായി കാണും. 1 മണിയായി കാണുമായിരിക്കും. ഷാജി ഡോക്ടറെ ഉണ്ടോ? ഹലോ. കേൾക്കാം ഡോക്ടറെ, കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ, കേൾക്കാം. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഏതായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വളരെ ചരിത്രപരവും ഈ വരും കാലങ്ങളിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കാനും ഒക്കെ ഉതകുന്നതാണ്. പണ്ട് പ്രഗത്ഭരായ കേരളത്തിൻ്റെ മക്കള് ശാസ്ത്രത്ത് പ്രഗത്ഭ്യത്തോടെ തങ്ങളുടെ കഴിവുകളും താല്പര്യങ്ങളും അല്ലെങ്കിൽ ആത്മാർത്ഥതയൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സൂമിൽ വരികാനും ഹോമിയോപ്പതിക്ക് വേണ്ടി സംസാരിക്കാനും കാണിച്ച ഈ ആത്മാർത്ഥതയെ അംഗീകരിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ആൽബി സാറ് പറഞ്ഞതും രാധാകൃഷ്ണ സാറ് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. അതായത് ഈ യൂണിവേഴ്സലിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രീയതയാണ് ശാസ്ത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത്. ഇന്നത്തെ ശാസ്ത്രത്തിന് അത് ബോധ്യപ്പെടുത്തി തരാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ നടക്കുന്ന കാര്യം അശാസ്ത്രീയമാണെന്ന് ലേബൽ ചെയ്യുന്നതിലല്ല അർത്ഥം. ആ ശാസ്ത്രീയതയെ കണ്ടെത്തി ആ സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ശാസ്ത്രധർമ്മം. അപ്പോൾ ഹോമിയോപ്പതി ലോകത്തിൽ 2ാമത്തെ ചികിത്സാ ശാസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഫക്റ്റീവ് ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
അപ്പോൾ അത് എഫക്റ്റീവ് ആകുന്നതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയത ഇന്നത്തെ ശാസ്ത്രത്തിന് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ അപൂർണതയാണ് അത് കാണിക്കുന്നത്. അവിടെ ശാസ്ത്ര കുതുകികൾ ആ സത്യങ്ങൾ കണ്ടെത്തി ലോകത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അത് ഓരോ ഹോമിയോപ്പതി ഡോക്ടർക്കും ശാസ്ത്രസ്നേഹികളായ ഓരോ വ്യക്തികൾക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് നമുക്ക് അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ശാസ്ത്ര ഈ ദിവസം ഏറ്റവും ഭംഗിയായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഇതിൻ്റെ അണിയറ നീക്കങ്ങൾ നടത്തിയ ഡോക്ടർ മനോജ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ധനേഷ് തുടങ്ങി ഇതിൻ്റെ എല്ലാ അണിയറ ശില്പികൾക്കും ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ശാസ്ത്ര ദിനത്തിന് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതെ ഡോക്ടർ, നന്ദി. അത് അങ്ങ് പാൽബി സാറ് പറയുകയുണ്ടല്ലോ ശാസ്ത്രത്തിനുള്ള കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിന് ഒരുപാട് മാറ്റം വരേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാധാകൃഷ്ണൻ സാർ എന്ത് പറയുന്നു? സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാറ് ഡെഫിനറ്റ്ലി സാറ് പറഞ്ഞ പോലെ നമ്മുടെ അഡ്മിഷനാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, തെറ്റാണെങ്കിൽ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നാകാൻ പറ്റൂ. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നന്നാവണതിനെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശാസ്ത്രീയമായും സയന്റിഫിക് ആയിട്ടും നമുക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിനകത്ത് തെറ്റുകൾ, പിഴവുകളില്ലാത്ത മനുഷ്യരില്ല. അപ്പൊ പിഴവുകൾ സംഭവിച്ചു എന്ന് പറയാനുള്ള ആർജവം, ആ ധൈര്യം നമ്മൾ കാണിക്കണം. അങ്ങനെ കാണിക്കാത്തടത്തോളം കാലം ലിവിങ് ഇൻ എ ഫൂൾസ് പാരഡൈസ്. അതെ, അത് തന്നെയാണ്. പിന്നെ ആൽബി സാർ വേറെ കാര്യം പറയുന്നത് തത്വചിന്തയും സാഹിത്യവും കലയും ഇതുമായിട്ട് എല്ലാ കാലത്തും ചേർന്ന് നിന്നു എന്നൊരു വസ്തുത പറയുകയുണ്ടായി. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെ എന്തൊക്കെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്കത് വ്യവസായ വിപ്ലവത്തിനുള്ള വ്യവസായത്തിന്റെ പുറകെ പോകുന്നത് പ്രോഫിറ്റിലേക്ക് നോക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ തത്വചിന്തയും കലയും അവിടെ നിന്ന് അകന്നു പോയെന്ന് തോന്നുന്നു. സാർ എന്ത് തോന്നുന്നു? സാർ എന്നോട് തന്നെയാണോ ചോദിച്ചത്? സാറേ, നമുക്ക് ഒരു ഇൻ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ ലോകം മൊത്തമുള്ള കാര്യമാണത്. ഇത് മലയാളികളോ കേരളത്തുകാരോ ഇന്ത്യക്കാരോ മാത്രമല്ല, ഹോൾ വേൾഡ് അങ്ങനെ ഒരു ദിശയിലേക്കാണ്. കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ചിന്ത വരുന്നത്. അപ്പം അതിനകത്തൊരു ഫോൾ ബാക്ക് ആർക്കും ഇല്ല. എല്ലാവരും ഇതിന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത, ഇത് കഴിഞ്ഞ് എന്ത് ഉണ്ടായി, ഇതെനിക്ക് വാട്ട് ബെനിഫിറ്റ് വിൽ ഐ ഗെറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടിക്കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു അൾട്ടിമേറ്റ് എൻറ്റിറ്റിയാണിത്. അത് ദാറ്റ് ഹാസ് ടു ചേഞ്ച് ആൻഡ് ദാറ്റ് വിൽ ചേഞ്ച്. അതെ, എഴുത്തച്ഛൻ പറഞ്ഞല്ലോ, ഭക്തി വിമുഖന്മാർ ശാസ്ത്ര ഗർത്തങ്ങൾ വീഴുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ശാസ്ത്രത്തിന്റെ ഗർത്തങ്ങൾ വീഴുന്ന ഒരു അവസ്ഥ ഫിലോസഫിയിലേക്ക് സംഭവിക്കുന്നത് വളരെ വ്യക്തമാണ്. ശാസ്ത്രത്തിന്റെ നമ്മൾ വെറും സർഫസിൽ കൂടെ മാത്രമേ ഒരു 90% ശാസ്ത്രവും കടന്നു പോകണുള്ളൂ. വി ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ്. നമ്മൾ അതിന്റെ മുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനോ, എക്സ്പ്ലോറേഷൻ മാത്രമേ. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യണതല്ല റിസർച്ച്. റീസർച്ചിങ് ഓൺ വാട്ട് someone else has done. അവിടെ അത് ചെയ്തതുകൊണ്ട് ഞാനിവിടെ ചെയ്തു എന്ന് പറയുന്നത് റിസർച്ചിന്റെ ഗണത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. You have to come up with your own ideas, come up with your own hypothesis. And the hypothesis can very well be wrong. അതൊരു കുറ്റമായിട്ട് വരുന്നില്ല. ഹൈപ്പോത്തസിസ് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ബട്ട് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ റിസർച്ച്. അപ്പം വീണ്ടും അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടായി വരണം. അത് മാത്രമേ ഏത് സയൻസിന്റെ ഏത് ഫ്രട്ടേണിറ്റി നന്നാവണമെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ മാത്രമേ അത് നന്നാവുള്ളൂ. ഈ പറഞ്ഞ ഒബ്സർവേഷൻ, അതുപോലെ ഫോമിംഗ് ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റിഫൈയിങ് പ്രഡിക്ഷൻസ്, ഈ മൂന്നാണല്ലോ അതിന്റെ ഒരു ബേസ് ആയിട്ട് പറയുന്നത്. ഹോമിയോപ്പതി 100 ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. എക്സാക്ട് ഒബ്സർവേഷൻ, കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ, റാഷണൽ എക്സ്പ്ലനേഷൻ, സയന്റിഫിക് കൺസ്ട്രക്ഷൻ. ഇതുള്ള ഒരു ശാസ്ത്രം, ഒരു പ്രസ്ഥാന ശാസ്ത്രം തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് യോജിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഡോക്ടറെ?
അപ്പൊ അവിടെ ഇവിടെ ഒരു പൊരുത്തക്കേട്, ഒരു പക്ഷേ വ്യവസായത്തിന് താല്പര്യത്തിനോ അല്ലെങ്കിൽ ഈ ലോകത്തെ ഒരു ജർമ്മനാണ് അല്ല മറുവശത്ത് ഇരിക്കുന്ന ഫിലോസഫി വ്യത്യാസം അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളായിരിക്കാം ഹോമിയോപ്പതിയെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തോന്നുന്നു. സാറിന്റെ അഭിപ്രായം എന്താണ് സാർ? സാറേ, അത് മാത്രമല്ല ഇതിന്റെ കാരണം. അത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിരിക്കും. ബട്ട് വേൾഡ് ഈസ് മൂവിങ് ഇൻ ടു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. ഇപ്പം ശാസ്ത്രത്തിനെല്ലാം തെളിവുകൾ വേണം എന്ന് പറഞ്ഞു. ബട്ട് അത് എന്നോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തെളിവുകളല്ല, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ലോജിക്കാണ്. ഇഫ് ദർ ഇസ് ലോജിക് ദർ ഇസ് സയൻസ്. തെളിവുകൾ നിർബന്ധമല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി the current situation അല്ലെങ്കിൽ current school of thought is ശാസ്ത്രമാകണോ അതിന് തെളിവ് വേണം എന്നുള്ളതാണ്. സോ ഈവൻ ഇൻ പ്രാക്ടീസിങ് മെഡിസിൻ it has become more of അത് ഒരു ക്ലിഷേ വേർഡാണ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. and that has been propagated in such a way that അതുണ്ടെങ്കിലേ അത് സയൻസ് ആവുള്ളൂ, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് ആവുള്ളൂ, മെഡിക്കൽ ഫ്രട്ടേണിറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ എന്ന് പറയുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ യു ഹാവ് n number of testimonies. അത് ഞാനും ഒരു പാത്രമാണ്. കാരണം എനിക്കൊരു ക്രോണിക് പെയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഇറ്റ് വാസ് എ റീനൽ കാൽക്കുലേറ്റ്. അപ്പം ഫാന്റാസ്റ്റിക് റിസൾട്ട്സ് ഓവർ ഹോമിയോപ്പതി. എന്റെ പെയിൻ സബ്ഡ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് അറിയായിരിക്കും, റീനൽ കോളിക് ഈസ് വെരി ട്രോമറ്റൈസിങ്, നല്ല പെയിനാണ്. But when I switched over to homeopathy, that gave fantastic results. If they ask, ഇത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതിനൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, എൻ്റെ ഇല്ല, ബട്ട് ഇറ്റ്സ് എ ടെസ്റ്റിമണി. ഞാൻ അനുഭവിച്ച കാര്യം എനിക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. So when you have n number of testimonies, that itself becomes evidence. And surprisingly, നമ്മളുടെ current school of thought in gathering evidence is empirical. Yes. എംപിറിക്കൽ ഡാറ്റ ഗ്യാതറിംഗിലേക്ക് പോകുന്നത് കൊണ്ടാണ് ടെസ്റ്റിമണി വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എനിവെയർ എൽസ് ഇൻ കോർട്ട് എന്നുള്ള ഒരു കണ്ടീഷനായിട്ട് മാറിയത്. അതെ സാർ, തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ രീതികൾ മാറേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ പരിപാടി അവസാനിക്കാൻ സമയമായി വരുന്നു. വെറ്റിനറി സർജനും വളരെ എന്താ സാർ പറയാനുണ്ട്. ഇപ്പോ രാജു സാർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞില്ലേ, അതിന് കാരണമുണ്ട്. ഇതിന് പറയാൻ കാരണം ഈ പാശ്ചാത്യ ഈ വ്യവസായ വിപ്ലവം മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാശ്ചാത്യ ശാസ്ത്ര അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇംഗ്ലണ്ടിലൊരു സംഭവം ഉണ്ടായി. ചാൾസ് രണ്ടാമൻ രാജാവ് ഒരു സ്ഥാപനം ഉണ്ടാക്കി, ഈ റോയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. റോയൽ സൊസൈറ്റി ഓഫ് സയൻസ് പലതുണ്ട്. ഈ റോയൽ സൊസൈറ്റി ഒരു 1000 ചില്ലാനം ഡിക്രികൾ, അതായത് ഉത്തരവുകൾ ഉണ്ടാക്കി. ഈ ഡിക്രീസ് ആണ് പിന്നീട് ഈ ബ്രിട്ടീഷുകാരെ എവിടെയൊക്കെ ഭരിക്കാൻ പോയോ, എവിടെയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയോ, എവിടെയൊക്കെ വിദ്യാഭ്യാസം നയിച്ചോ, അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ അണ്ടർലേയിങ് പ്രിൻസിപ്പിളായിട്ട് വന്നത് ഈ റോയൽ സൊസൈറ്റി ഉണ്ടാക്കിയ, ഈ റോയൽ സൊസൈറ്റിയും ഒരു കോക്കസ് ആണ് വാസ്തവത്തിൽ. അവരാണ് ഇതൊക്കെ നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ 1000 ചില്ലാനം ഡിക്രികൾ, ഈ ഡിക്രികൾ അനുസരിച്ച കാര്യങ്ങളെല്ലാം പോയി. അപ്പോൾ ഈ ശാസ്ത്രചിന്തയെയും ലോകത്ത് മറ്റു സ്ഥലങ്ങളിലുള്ള ശാസ്ത്രചിന്തയും സമീപനങ്ങളെ എല്ലാം ഈ റോയൽ സൊസൈറ്റിയുടെ ഈ ഡിക്രികളുടെ ആ ചോരുകളിലുള്ളിലേക്ക് ഒതുക്കുക എന്നുള്ളൊരു രീതി വന്നു. അതാണ് ഈ വിദ്യാഭ്യാസത്തെയും ഈ ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയും അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റ് ശാസ്ത്ര സമിതികൾ, ഇന്ത്യയിൽ വന്ന വിക്രം സാരാഭായി അതൊക്കെ തുടങ്ങി വെച്ചത്. അദ്ദേഹവും ഐക്യരാഷ്ട്രസഭയുടെ ഒരു ചാർട്ടർ അനുസരിച്ച് അവിടെ ചെയ്തത്. ഇതിനെയൊക്കെ നിയന്ത്രിച്ചത് ഈ റോയൽ സൊസൈറ്റിയുടെ ഈ ഡിക്രികളാണ്. അവിടെയാണ് ഇപ്പോൾ രാമസാർ വന്ന പ്രശ്നം വരുന്നത്. ഈ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, കൃത്യമായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കണം, ആറ്റത്തിനെയും മോളിക്യൂളിനെയൊക്കെ എടുത്തു കാണിച്ചാല് കാര്യങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. ലോകം അംഗീകരിച്ചോളണം, ചാൾസ് രണ്ടാമൻ രാജാവിന്റെ ഉത്തരവിൽ ലോകം മുഴുവൻ അംഗീകരിച്ചോളണം എന്നൊരു കടുംപിടുത്തത്തിന്റെ പേരിലാണ് ഇത് നടക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നിന്റെ ആചാരമാണ്, നാളത്തെ ശാസ്ത്രമാണ്. നമുക്ക് പരിപാടി അവസാന സമയമായി. മുസ്തഫ സാറേ, നന്ദി പറയാം. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായിട്ട് IFH നടത്തിയ ഈ പരിപാടി വളരെ വിജ്ഞാനപ്രദമായിരുന്നു. രാധാകൃഷ്ണൻ സാറും ആൽവിൻ സാറും അതുപോലെ തന്നെ ഷാജി കുടിയത്ത് സാറും ഒക്കെ പറഞ്ഞത് വളരെ അർത്ഥപൂർണമാണ്.
ഷാജി കുടിയത്ത് സ്റ്റാറിന്റെ അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ ഇനിയും ശാസ്ത്രം വളരേണ്ടിയിരിക്കുന്നു. ഹോമിയോപ്പതിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഇനിയും അറിയുവാനുള്ള നിലവിലുള്ള സംവിധാനത്തിന്റെ പോരായ്മയാണ്. അല്ലാതെ ശാസ്ത്രീയമല്ല എന്ന് പറയുന്നതല്ല ശരി. നമുക്കത് കണ്ടെത്താനുള്ള പരിമിതികളാണ് നിലവിലുള്ളത്. അത് വരും കാലങ്ങളിൽ അത് കണ്ടെത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിലൂടെയാണ് ലോകം വികസിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സൂക്ഷ്മ തലത്തിലേക്ക് അറിവുകൾ നേടുവാനുള്ള മനുഷ്യന്റെ ത്വര അത് ഹോമിയോപ്പതിന്റെ ശാസ്ത്രീയത കണ്ടെത്തുന്നതിൽ അവസാനിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ഹോമിയോപ്പതി ലവേഴ്സിനും ഡോക്ടർമാർക്കും മറ്റുള്ളവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെയും IFPHന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സാർ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വെറ്റിനറി സർജനാണ്, സീനിയർ വെറ്റിനറി സർജൻ. മലബാറിന്റെ മണ്ണിൽ തികച്ചും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. നമുക്ക് മുസ്തഫ സാർ ഒരുപാട് പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്. രാജസ്ഥാന്റെ അറിവിലേക്ക് പറയുകയാണ്. ഒരു അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യനാണ് മുസ്തഫ സാർ. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.